Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the different types of milling machine. It's from the subject Machine Tool and Digital Manufacturing in SY Mechanical Engineering. ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മില്ലിംഗ് മെഷീൻ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്, അതിൽ അപ്പ് മില്ലിംഗ് എങ്ങനെ ചെയ്യും, ഡൗൺ മില്ലിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ വരുന്നത് കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ, രണ്ടാമത്തത് പ്ലാനർ മില്ലിംഗ് മെഷീൻ, പിന്നെ മൂന്നാമത്തെ ഫിക്സഡ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ, പിന്നെ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ്. അങ്ങനെ നമുക്ക് നാലായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഇത് അതിൻ്റെ ആ ഡിസൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് വൺ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ്. സോ അത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ജനറൽ വർക്ക്ഷോപ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീനാണ്. അതിൽ ടേബിള് നീലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു ഫിഗറിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെയാണ് ഈ ടേബിൾ. ഈ നീയിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് വെർട്ടിക്കലി അപ്വേർഡ് ഡൗൺവേർഡ് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് നീ വന്നേക്കുന്നത് ഇതിൻ്റെ പാർട്സ് നോക്കുമ്പോൾ തന്നെ ഇതിന് മെയിനായിട്ട് ബേസ് എന്നുള്ളൊരു പാർട്ട് വരുന്നുണ്ട്, കോളമുണ്ട്, ഒരു സ്വിവലിംഗ് ഹെഡാണ് വന്നേക്കുന്നത്. ആ സ്വിവലിംഗ് ഹെഡിൽ നമുക്ക് ആംഗുലർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സ്പിൻഡിൽ വരുന്നുണ്ട്, സ്പിൻഡിലിൽ നിന്ന് ആണ് ഈ കട്ടർ വന്നേക്കുന്നത്. നേരത്തെ വന്നേക്കുന്നതിൽ ഒരു ആർബർ വരുന്നുണ്ടായിരുന്നു, ആ ആർബറിലായിരുന്നു കട്ടറിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിനായിട്ട് കോളം ആൻഡ് നീ ടൈപ്പിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിവലിംഗ് ഹെഡാണ് ഇവിടെ വരുന്നത്. അതേപോലെ തന്നെ ഈ നമുക്ക് ഇതിൻ്റെ വർക്ക് പീസിനെ നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മുകളിലേക്കും താഴേക്കും ഈ കോളത്തിൽ കൂടെ തന്നെ സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹാൻഡ് മില്ലിംഗ് മെഷീന്, അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കോളം ആൻഡ് നീ ടൈപ്പിൻ്റെ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹാൻഡ് മില്ലിംഗ് മെഷീന്, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. ഇതിലെ ഹാൻഡ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നതാണ് സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീനാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ടേബിളിൻ്റെ ഫീഡിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡ് കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് ഈ ടേബിളിൻ്റെ ഫീഡിങ് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ കട്ടർ എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ആർബറിലാണ് അതിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കട്ടറിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് മോട്ടോർ പവർ യൂസ് ചെയ്യുന്ന അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്ത വരുന്നത് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ് വരുന്നത്. ഈ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാൻഡ് മില്ലിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ, ആ ഒരു മില്ലിംഗ് മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് മെഷീൻസ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ടേബിൾ മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഹാൻഡ് പവർ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇതിലും റൊട്ടേറ്റിംഗ് ആർബർ ഉണ്ടാവും, ആ ആർബറിലാണ് ഈ കട്ടറിനെ നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ മില്ലിംഗ് മെഷീനിന് ഒരു ഹൊറിസോണ്ടൽ സ്പിൻഡിലുണ്ടാകും. ആ സ്പിൻഡിലാണ് നമ്മൾ ഈ ആർബർ വരുന്നത്, അതിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ മില്ലിംഗ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ടേബിളിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ടേബിളിന് ഫീഡ് കൊടുക്കാൻ പറ്റുന്നത് ലോഞ്ചിറ്റ്യൂഡിനായിട്ടും വെർട്ടിക്കലായിട്ടും അല്ലെങ്കിൽ ക്രോസ് ആയിട്ടുള്ള ഫീഡ് മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. ടേബിളിൻ്റെ മൂവ്മെൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ആംഗിൾസ് ആണ്. സ്പിൻഡിലിനെ ബേസ് ചെയ്ത് പറയുമ്പോഴത്തേക്കും റൈറ്റ് ആംഗിൾസിൽ നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ടേബിളിനെ തന്നെ നമുക്ക് പാരലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, സ്പിൻഡിലിന് പാരലായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്രോസ് ഫീഡ് എന്നാണ് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്ക് അതിന് റൈറ്റ് ആംഗിൾ, ഈ പറഞ്ഞ സ്പിൻഡിലിൻ്റെ റൈറ്റ് ആംഗിൾസിലാണ് ടേബിളിനെ മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ ഫീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടേബിളിനെ നമ്മൾ വെർട്ടിക്കലായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വെർട്ടിക്കൽ ഫീഡ് എന്നുള്ള പറയുന്നത്. സോ ഈ ഒരു ഫിഗർ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ
പ്ലെയിൻ മില്ലിംഗ് മെഷീൻ്റെ ഫിഗർ വന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലെയിൻ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ ആയിട്ടുള്ള പാർട്സ് എല്ലാം തന്നെ ഇതിന് തന്നെ ഉണ്ട്. ബേസ് വരുന്നുണ്ട്, കോളം വരുന്നുണ്ട്, ഇതിൽ നീ വരുന്നുണ്ട്. നീനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വെർട്ടിക്കൽ ട്രാൻസ്വേഴ്സ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടേബിളിന് ക്രോസ് ബീഡ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ക്രോസ് ട്രാൻസ്വേഴ്സ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മെഷീൻ വൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വച്ചേക്കുന്നത്. ആർബറിലാണ് നമ്മുടെ കട്ടറിനെ നമ്മൾ മൗണ്ട് ചെയ്തേക്കുന്നത്. ആർബർ വരുന്നതിനെ ആർബർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഓവർ ഹാമിലേക്ക് നമ്മൾ അതിനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഇത്രയാണ് ഇതിൻ്റെ പാർട്സ് മെയിനായിട്ട്. സോ ഫസ്റ്റ് വൺ, കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന്. ഇതിൻ്റെ വർക്ക് പീസിനെ നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നീ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മുകളിലേക്കും താഴേക്കും ഈ കോളത്തിൽ കൂടെ തന്നെ സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹാൻഡ് മില്ലിംഗ് മെഷീന്, അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കോളം ആൻഡ് നീ ടൈപ്പിൻ്റെ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഹാൻഡ് മില്ലിംഗ് മെഷീന്, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീന്, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. ആർബറിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെർട്ടിക്കലായിട്ടായിരിക്കും അതിൻ്റെ സ്പിന്നിൽ വരുന്നത്. വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ സ്പിന്നിൽ വരുന്നത് വെർട്ടിക്കലായിട്ടായിരിക്കും വരുന്നത്. ഈ മെഷീൻ്റെ ടേബിൾ വരുന്നത് പ്ലെയിൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടൈപ്പ് ഓഫ് ടേബിളാണ് ഈ ഒരു ടൈപ്പ് ഓഫ് മെഷീനിന് വരുന്നത്. ഇതിന് ഒരു ബോക്സ് ടൈപ്പ് വെർട്ടിക്കൽ കോളമാണ് വരുന്നത്. കോളം നമുക്ക് ബേസിലേക്ക് മൗണ്ട് ചെയ്ത് വച്ചിട്ടുണ്ടാകും. ഫ്രണ്ട് സൈഡ് ഓഫ് ദ കോളം അതിലൊരു വെർട്ടിക്കൽ ഗൈഡ് വേസ് ഉണ്ടാവും. ഇതിലാണ് നീ സ്ലൈഡ് ചെയ്ത് മുകളിലേക്കും താഴേക്കും നമുക്കതിനെ സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു എലിവേറ്റിംഗ് സ്ക്രൂ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ആ നീ പോർഷനെ നമുക്ക് വെർട്ടിക്കലായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു സ്വിവൽ ഹെഡ് വരുന്നുണ്ട്. സ്വിവൽ ഹെഡാണ് വരുന്നത്. സ്പിൻഡിൽ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. സോ ഇതിൽ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ സ്ലോട്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ സാഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സാഡിൽ നീയിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാകും. അതിനെ നമുക്ക് ഇതിൽ ഗൈഡ് വേസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതിൽ കൂടെ നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാനും പറ്റും. സാഡിൽ ഹൊറിസോണ്ടൽ ഗൈഡ് വേസ് ആണ് ഉണ്ടാവുന്നത്. അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ നീക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെയും വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ വരുമ്പോഴത്തേക്ക് സ്പിൻഡിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആൻഡ് പാരലൽ ടു ദി വർക്ക് ടേബിളാണ് വരുന്നത്. ഹൊറിസോണ്ടൽ പാരലും ഹൊറിസോണ്ടലായിട്ട് സ്പിൻഡിൽ വരുന്നത് പാരലും ഹൊറിസോണ്ടലും ആയിട്ടാണ് വരുന്നത്. പക്ഷേ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വെർട്ടിക്കൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ വർക്ക് ടേബിളാണ് ഇതിൻ്റെ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ ഇത് വരുന്നത്. ഇതിൽ കട്ടർ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ കട്ടറിനെ നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഇതിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ കട്ടറിനെ നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം ആർബറിലാണ് മൗണ്ട് ചെയ്ത് വച്ചേക്കുന്നത്. ഇവിടെ കട്ടറിനെ നമ്മൾ ഡയറക്റ്റ് സ്പിൻഡിലേക്കാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിലാണെങ്കിൽ നമുക്ക് സ്പിൻഡിലിനെ നമുക്ക് തിരിക്കാനായിട്ട് ആംഗിളിൽ ടിൽറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇവിടെ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ ആ ഒരു സ്വിവൽ ബേസ് ഉണ്ട്, അതൊരു സ്വിവൽ ഹെഡിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ടും പറ്റും. സാധാരണ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒന്ന് പ്ലെയിൻ മില്ലിങ്, ഗിയർ കട്ടിങ്, ഫോം മില്ലിങ് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനിൽ ചെയ്യാൻ പറ്റുന്നത് ടീ സ്ലോട്ട് മില്ലിങ്, ആംഗുലാർ മില്ലിങ്, ഫ്ലാറ്റ് മില്ലിങ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ്. സോ ഈ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നതിൻ്റെ പാർട്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ടു ദ പ്ലെയിൻ മില്ലിംഗ് മെഷീനിന് സിമിലർ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിന് നീ ടൈപ്പ് ഹൊറിസോണ്ടൽ മെഷീൻ തന്നെയാണ് ഈ ഒരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സർക്കുലർ സ്വിവലിംഗ് ബേസിലാണ് നമ്മൾ ഇതിൻ്റെ ടേബിൾ മൗണ്ട് ചെയ്ത് വച്ചേക്കുന്നത്. സോ ഈ സ്വിവലിംഗ് ബേസ് സർക്കുലർ സ്വിവലിംഗ് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു 45 ഡിഗ്രി ആംഗിൾ വരെ നമുക്കതിനെ ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് സൈഡിലേക്കും 45 ഡിഗ്രി ആംഗിൾ വരെ നമുക്ക് അതിൻ്റെ അകത്ത് ഇത് ചെയ്യാനായിട്ട് പറ്റും, ടിൽറ്റ് ചെയ്ത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ ടേബിളിന് ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് കിട്ടും, ക്രോസ് വൈസ് മൂവ്മെൻറ്റ് ഉണ്ടാകും, വെർട്ടിക്കൽ മൂവ്മെൻറ്റും ഉണ്ടാകും, കൂടാതെ ആംഗുലാർ മൂവ്മെൻറ്റും ഉണ്ടാകും. അതിനാണ് ഈ ഒരു സർക്കുലർ സ്വിവലിംഗ് ബേസ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് മെയിനായിട്ട് ഹെലിക്കൽ ഗ്രൂവ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റർ ഇൻ കൺസ്ട്രക്ഷൻ ആണ്. ആൻഡ് അത് അത്രയ്ക്കും ഈ പ്ലെയിൻ മില്ലിംഗ് മെഷീനെ അപേക്ഷിച്ച് അത്രയ്ക്കും റിജിഡുമല്ല. ഇതിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹെലിക്കൽ ഗ്രൂവ്സ്, ട്വിസ്റ്റ് ഡ്രിൽസ്, മില്ലിംഗ് കട്ടേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനായിട്ടാണ് ഈ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ബേസ് ഉണ്ട്, വെർട്ടിക്കൽ ഫീഡ് എൻഗേജിങ് ലിവർ വരുന്നുണ്ട്, വെർട്ടിക്കൽ ഹാൻഡ് ക്രാങ്ക് വരുന്നുണ്ട്, ക്രോസ് ഫീഡ് ഹാൻഡിൽ വരുന്നുണ്ട്, ക്രോസ് ഫീഡ് എൻഗേജിങ് ലിവർ വരുന്നുണ്ട്, ഫീഡ് എൻഗേജിങ് ലിവർ, ടേബിള്, സ്പിൻഡിൽ കാണാം, ആർബർ സപ്പോർട്ട് വരുന്നുണ്ട്, സ്പീഡ് ചേഞ്ച് ക്രാങ്ക് വരുന്നുണ്ട്, പിന്നെ ടേബിൾ ഹാൻഡ് വീൽ വരുന്നുണ്ട്, നീ ക്ലാമ്പ് വരുന്നുണ്ട്, കോളം വരുന്നുണ്ട്. ഇത് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പാർട്സ് വരുന്നത്. ഇനി അടുത്ത് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ്. സോ ഈ ഒരു ഫിക്സഡ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പാരിറ്റീവ്ലി ലാർജ്, ഈ കോളം ആൻഡ് നീ ടൈപ്പിനെക്കാട്ടിലും ലാർജ് ആയിട്ടും ഹെവി ആയിട്ടുമുള്ള ഒരു മില്ലിംഗ് മെഷീനാണ്. കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അതിന് വന്നേക്കുന്നത്. ലാർജ് പ്രൊഡക്ഷൻ വർക്കിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ടേബിള് ഡയറക്റ്റ്ലി മൗണ്ട് ചെയ്തൊക്കെയാണ്. ടേബിൾ ഡയറക്റ്റ്ലി ഈ ഒരു ബെഡിലേക്ക് മൗണ്ട് ചെയ്ത് വച്ചേക്കുന്നതാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ഫീഡ് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇതിലില്ല. ഇതിനെ 3 ടൈപ്സ് ഉണ്ട്. സിംപ്ലെക്സ് ഉണ്ട്, ഡ്യൂപ്ലെക്സ് ഉണ്ട്, ട്രിപ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഫിക്സഡ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ വരുന്നത്. ഇതിലെ കട്ടർ മൗണ്ട് ചെയ്തേക്കുന്നത് സ്പിൻഡിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ഇതിനെ നമുക്ക് കോളത്തിന് വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടും പറ്റും. സ്പിൻഡിലിൻ്റെ ഹൊറിസോണലി നമുക്ക് സ്പിൻഡിലിനെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട്. ആർബറിൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെർട്ടിക്കലായിട്ടായിരിക്കും അതിൻ്റെ സ്പിൻഡിൽ വരുന്നത്, വെർട്ടിക്കൽ മില്ലിംഗ് മൗണ്ട് ചെയ്ത് വന്നേക്കുന്നത്. അടുത്തത് പ്ലാനർ മില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ്. പ്ലാനർ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ഡ്യൂട്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് ഒരു ലോങ് ടേബിളിലാണ് ഇത് ക്ലാമ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് നമുക്ക് ഇതിനെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു റൊട്ടേറ്റിംഗ് കട്ടറിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്കിതിന് കൊടുക്കാൻ പറ്റും. ഇതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ കോളം, ഡബിൾ കോളം എന്നിങ്ങനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സ്പെഷ്യൽ ടൈപ്പ് മെഷീൻസ് എന്നുള്ളതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ മില്ലിംഗ് ഓപ്പറേഷൻസിന് വേണ്ടി പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്തേക്കുന്നതിനാണ് നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെഷീൻസ് എന്ന് പറയുന്നത്. ഇതിനെ ഒന്നാമത്തെ വരുന്നത് റോട്ടറി ടേബിൾ മില്ലിംഗ് മെഷീൻസ് എന്നുള്ളതാണ്. റോട്ടറി ടേബിൾ മില്ലിംഗ് മെഷീൻ വരുന്നതിൽ അതിന് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനെ അപേക്ഷിച്ച് ചെറിയൊരു മോഡിഫിക്കേഷനാണ് അതിന് വന്നേക്കുന്നത്. ആ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റോട്ടറി ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ റോട്ടറി ടേബിൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ആംഗുലാർ ഇതിൽ നമുക്ക് വച്ചിട്ട് മെഷീൻ ചെയ്യാനും പറ്റും. അടുത്തത് പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻസ്, ഡ്രം മില്ലിംഗ് മെഷീന്, പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷനും വരുന്നുണ്ട്. ഈ പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ത്രെഡ് മെഷീൻ ചെയ്യാൻ, ടേപ്പേർഡ് സർഫസ് അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രം മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രം മില്ലിംഗ് മെഷീൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ടിംഗ് ടേബിൾ ഉണ്ടാവും, അതിലൊരു ഡ്രം ഉണ്ടാവും, അത് ഒരു ഹൊറിസോണ്ടൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡ്രം ടൈപ്പ് മില്ലിംഗ് മെഷീൻ എന്നുള്ളത് പറയുന്നത്. പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റോഗ്രാഫ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ എന്നുള്ളത് പറയുന്നത്. അത് 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിൽ എന്നുള്ള രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്.
ടു ഡയമെൻഷനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെറ്റേഴ്സ് അങ്ങനെയുള്ളതിനെ എൻലാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ 2 ഡയമെൻഷനിൽ വരുന്നത്. 3 ഡയമെൻഷനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പിനെ അതേപോലെ കോപ്പി ചെയ്ത് മറ്റൊരു ഇതിലേക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ.